ഹലോ, തലേന്നുണ്ടാക്കിയ ചപ്പാത്തി നിങ്ങൾക്ക് ഭാഗ്യമാവുന്നുണ്ടോ? എങ്കിലിതാ പുതിയൊരു ഡിഷ് കാണിച്ചു തരാം. ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചപ്പാത്തി ഉപ്മാവാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനിത് തലേന്നുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ചപ്പാത്തി നമ്മളിങ്ങനെ ചീന്തി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കല്ല, ഒന്ന് പൊടിച്ചെടുക്കാം. ഇതേപോലെ ഇങ്ങനെ ചീന്തി അങ്ങോട്ട് ഫില്ല് ചെയ്യുക ജാറിൽ. എന്നിട്ട് അതിനങ്ങോട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഈ പൊടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഇതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. തരികൾ പോലെയാണ് കേട്ടോ, ഓട്സിൻ്റെ പൊടി പോലെ ഉണ്ടാവും ഏകദേശം കാണുമ്പോൾ. കുറച്ച് വലുതുള്ളതിനൊക്കെ ഞാൻ ചീന്തി ഇട്ടിട്ടുണ്ട്. ഒരു വലിയുള്ളിയും ഒരു ചെറിയ ഉണക്കമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന പോലെ. അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ അരിഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുക്കുന്നുണ്ട്. നന്നായി കഴുകിയെടുത്തിട്ട് അതിനെ പൊടിയായി അരിഞ്ഞെടുക്കാം. നമുക്ക് വൃത്തിയായി കഴുകിയതിന് ശേഷം നന്നായി പൊടിയായി അതിനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഉള്ളിയും ആ ഒരു ഉണക്കമുളകും എല്ലാം വൃത്തിയായിട്ട് ഞങ്ങൾ പൊടിയായി അരിഞ്ഞെടുക്കാം. സ്റ്റവ് കത്തിച്ചിട്ട് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി. അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ചപ്പാത്തി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ഡിഷായിരിക്കും ഇത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച വലിയുള്ളിയും ഒരു ഉണക്കമുളകും ഒരു സ്വല്പം ഉപ്പും ചേർത്ത് നമുക്കത് വഴറ്റിയെടുക്കാം. നമ്മൾ ചപ്പാത്തിയിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് കുഴച്ചിട്ടുണ്ടാവും. എന്നാലും ഇതിൽ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം, ആ ഉള്ളി ഒന്ന് വഴറ്റി കിട്ടാൻ. കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ചപ്പാത്തിയും എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇതിലേക്ക് മിക്സ് ആവുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കാം. ഡിഷ് റെഡി. ഇത്രയേ ഉള്ളൂ. നല്ലൊരു അടിപൊളി ചപ്പാത്തി ഉപ്മാവായിരിക്കും. അതിൻ്റെ കൂടെ നമുക്ക് ജസ്റ്റ് ടച്ചിങ്ങിനായിട്ട് സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. സൂപ്പറല്ലേ?